കഥയമമ എന്ന നമ്മുടെ പ്രത്യേക പങ്ക്തിയുടെ പരമ്പരയുടെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 2 എപ്പിസോഡും ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജുകളും കോളുകളും പറയുന്നത്. ഇത് നമ്മൾ തുടരുകയാണ്, എല്ലാ ദിവസവും ഉണ്ടാവും. രാമേന്ദ്ര സാറാണ് ഇത് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ ആണവ പദ്ധതികളുടെ ബുദ്ധികേന്ദ്രമായിരുന്നു ഹോമി ബാബ. അദ്ദേഹം സഞ്ചരിച്ച വിമാനം ആൽപ്സ് പർവ്വതനിരകളിൽ തകർന്നു വീണു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ശാസ്ത്രിയുടെ മരണത്തിന് അടുത്തോ മറ്റോ ആണ് ഈ മരണം ഉണ്ടാകുന്നത്. ഈ 2 മരണങ്ങളും താഷ്കൻഡിൽ വെച്ച് അദ്ദേഹം ദുരൂഹമായി മരിക്കുന്നു. ഹോമി ബാബ സഞ്ചരിച്ച വിമാനം ആൽപ്സ് പർവ്വതനിരകളിൽ തകർന്നു വീഴുന്നു. ഇതിൻ്റെ പേരിൽ കുറേ വിവാദങ്ങളും കുറേ ദുരൂഹതകളും ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഭരണകൂടത്തിന് പോലും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഹോമി ബാബയുടെ മരണത്തിന് പിന്നിലെ കഥ? കഥയമമയിൽ സാറിന് പറയാനുള്ളത് പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയെ മാത്രമല്ല, ഹോമി ബാബയെ രണ്ടുപേരുടെയും മരണം 11 ദിവസത്തെ ഇടവേള മാത്രമേ ഉള്ളൂ. മറ്റേ താഷ്കൻഡിൽ, ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ ശാസ്ത്രി മരിക്കുന്ന അന്നത്തെ സോവിയറ്റ് യൂണിയൻ 1966 ജനുവരി 11. ബാബ മരിക്കുന്നത് 1966 ജനുവരി 24. അപ്പോൾ ഈ 13 ദിവസത്തെ ഇടവേള മാത്രമേ രണ്ടുപേരുടെ മരണങ്ങളും 13ാം ദിവസം രണ്ടാമത്തെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുപേരെയും കൊന്നത്. ഇപ്പോൾ താഷ്കൻഡിൽ ശാസ്ത്രി മരിച്ചു കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ KGBയുടെ തലയ്ക്ക് വെക്കാം എന്ന് തോന്നും സോവിയറ്റ് യൂണിയനിൽ. അങ്ങനെയല്ല, രണ്ടുപേരെയും കൊന്നത് CIA ആണ് എന്ന് ഈ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, CIAയുടെ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻസ്, അവിഹിത എന്ന് പറയാം, ക്ലാൻഡസ്റ്റൈൻ അവിഹിത പദ്ധതിയുടെ ചീഫായിരുന്ന റോബർട്ട് ക്രൗലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലൊക്കെ ഈ ശാസ്ത്രി എങ്ങനെ മരിച്ചു എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ വേർഷൻ, ഔദ്യോഗിക ഭാഷ്യം. അദ്ദേഹം മറ്റേ കുളിമുറിയിൽ കുഴഞ്ഞു വീണു, അത് ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന വിധത്തിൽ എഴുതിത്തള്ളിയ ഔദ്യോഗിക കേസാണത്. കാരണം ഉടനെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായല്ലോ. ഹോമി ബാബയുടെ വിമാനം തകർന്നു വീണാണ്. വിമാനത്തിൽ ബോംബ് ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ആ കഥ പറയാം. ഈ കഥ പറയാൻ ഞാൻ ആധാരമാക്കുന്നത് കോൺവെർസേഷൻ വിത്ത് ദ ക്രോ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിൽ ക്രോ എന്ന് പറയുന്നത്, ക്രോ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റോബർട്ട് ക്രൗലി, ക്രോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ക്രോ എന്നാണ് CIAയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ക്രൗലി എന്നുള്ളത് കൊണ്ട്. കോൺവെർസേഷൻസ് വിത്ത് ദ ക്രൗലി എഴുതിയിരിക്കുന്ന ഗ്രിഗറി ഡഗ്ലസ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകനാണ്. ഈ 2000 ഒക്ടോബർ 8 ക്രൗലി മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് വാഷിങ്ടണിലെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഈ ഡഗ്ലസ് നേരത്തേക്ക് എഴുതിയിട്ടുള്ള പുസ്തകമൊക്കെ വായിച്ചിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡഗ്ലസ് കാണാൻ പോയി. അങ്ങനെ ഇവർ തമ്മിൽ സംഭാഷണങ്ങൾ നടക്കുകയാണ്. ആ സംഭാഷണങ്ങൾ ഈ ക്രൗലി അറിയാതെ തന്നെ മറ്റേയാൾ റെക്കോർഡ് ചെയ്തിരുന്നു. ആ കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്തതിൻ്റെ ഈ വിവരണമാണ് കോൺവെർസേഷൻസ് വിത്ത് ദ ക്രോ ഈ ബുക്കിലുള്ളത്, ഈ പുസ്തകത്തിലുള്ളത്. അതിൽ ഈ കൊലപാതകത്തിൻ്റെ ഭാഗം പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയാം. 1990 മുതൽ 93 മുതൽ ഇവർ സംസാരിക്കുന്നുണ്ട്. 2000 മരിക്കുന്നത്. ക്രൗലി പറയുക ഡഗ്ലസിനോട്, ഹോമി ബാബ അപകടകാരിയായിരുന്നു. അയാൾ വിയന്നയിൽ അയാൾ പ്രശ്നമുണ്ടാക്കാൻ പോയി. അപ്പോൾ നമ്മൾ വിമാനത്തിൽ ബോംബ് കരുതി. കോങ്കോയിൽ നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൽപ്സിൽ നിന്ന് കീഴോട്ട് അങ്ങനെ വീഴണം ആയിരുന്നു, ആൽപ്സ് പർവ്വതത്തിൽ നിന്ന് താഴേക്ക് അങ്ങനെ ചെയ്യണമായിരുന്നു. അതിന് തെളിവൊന്നും ഇല്ലാതായി. പക്ഷെ അതുകൊണ്ട് ലോകം സുരക്ഷിതമായി. എന്നിട്ട് പറയുക, വിയന്നയിലേക്ക് പുള്ളി ആണവ
മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാൻ പോകുമല്ലോ. അതാണ് പറഞ്ഞത് വിയന്ന എന്ന് പറഞ്ഞത്. അടുത്ത ഭാഗം അദ്ദേഹം പറയുക സംഭാഷണം, വിയന്നയ്ക്ക് മുകളിൽ വേണ്ട, ആളുകൾ ഒരുപാട് മരിച്ചു പോകുമല്ലോ. അതെ, ആ പ്ലെയിൻ താഴത്തോട്ട് വീഴുമോ. വിയന്നയ്ക്ക് മുകളിൽ വേണ്ട, പർവ്വതത്തിന് മേൽ മതി എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ശാസ്ത്രിയെയും ശരിയാക്കി. ഗോരക്ഷകനായ തെമ്മാടിയായിരുന്നു ശാസ്ത്രി. പറയുക ഈ ഹിന്ദുത്വയുടെ ഒരാളായിട്ടാണ് അവര് ശാസ്ത്രിയെ കരുതിയിട്ടുള്ളത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ആളാണല്ലോ ശാസ്ത്രി. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ ദാമോദരൻ, ഭാരതീയ ചിന്തയൊക്കെ എഴുതിയ അവര് സഹപാഠികളായിരുന്നു അവിടെ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അറിയുന്ന ആളുകളായിരുന്നു. ഇനി അടുത്ത ഭാഗം, അവർ അണുബോംബിന് അടുത്തെത്തിയിരുന്നു. നമ്മൾ ഇന്ത്യ. പാകിസ്ഥാനിൽ അവർ അത് ഇട്ടാലോ? മുയൽ പോലെ അവർ പെരുകുമായിരുന്നു. അതായത് മറ്റേ പാകിസ്ഥാനികളുടെ കാര്യം പറയുക, അവര് ഇങ്ങനെ പെറ്റുപെരുകുന്ന ആളുകളാണ്. പാമ്പിനെ ആരാധിക്കുന്ന കഴിവേറുകൾ ഹിന്ദുക്കൾ, ഇന്ത്യക്കാർ, അവർ റഷ്യക്കൊപ്പം ചാക്കിൽ കയറി. പാനമ കനാലിലോ ലോസ് ആഞ്ചലസിലോ അവർ ബോംബിട്ട് തകർത്താലോ? ഞങ്ങൾ ആലോചിച്ചു. ശാസ്ത്രിയാണ് അത് തുടങ്ങിയത്, ഈ അണുബോംബ് നിർമ്മാണ ആലോചന. ബാബ ജീനിയസ് ആയിരുന്നു, അതിനാൽ രണ്ടിനെയും തീർത്തു. ഏഷ്യയിലെ നെൽകൃഷി നശിപ്പിക്കാൻ രോഗമുണ്ടാക്കി. അമേരിക്ക ഉദ്ധരണികളാ. ഏഷ്യയിലെ നെൽകൃഷി നശിപ്പിക്കാൻ കൃഷിക്ക് രോഗമുണ്ടാക്കി, ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാൻ വേണ്ടി രോഗമുണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ 1900 ഇനി ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. നമ്മൾ അണുബോംബിൻ്റെ അടുത്തെത്തിയത് എന്തുകൊണ്ട് തീർക്കണം എന്ന്, ഇവർക്ക് ഭാബ എന്തുകൊണ്ട് തീർക്കണം എന്ന് തോന്നാനുള്ള കാര്യം, ഈ ഭാബയെ അമേരിക്ക കൊന്നില്ലായിരുന്നെങ്കിൽ ബാബ 1966 തന്നെ അണുബോംബ് ഉണ്ടാക്കിയതിന് ഇന്ത്യ 1966 തന്നെ അണുശക്തി ആകുമായിരുന്നു. 1948 ആറ്റമിക് എനർജി ആക്ട് വരുന്നത്. അത് നമ്മൾ ആക്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആണവായുധ നിരായുധീകരണ കരാറിൽ ഒപ്പിടണം എന്നൊക്കെ അമേരിക്കയ്ക്ക് നിർബന്ധം വരികയാണ്. 1954 നമ്മൾ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ തുടങ്ങി. അത് ലോസ് അലമോസ്, അതായത് അണുബോംബ് ഉണ്ടാക്കിയ ആ പ്രദേശം ഉണ്ടല്ലോ, അമേരിക്കയിൽ ഓപ്പൺ ഹൈമറൊക്കെ പ്രവർത്തിച്ച സ്ഥലം, അതുപോലെയാണ് നമ്മൾ വിഭാവന ചെയ്തിരുന്നത്. നമ്മുടെ ലോസ് അലമോസ് പോലെ 1955 നമുക്ക് കാനഡ ന്യൂക്ലിയർ റിയാക്ടർ തന്നു. അമേരിക്ക തരാൻ തയ്യാറല്ലായിരുന്നു, അവര് തന്നു. അമേരിക്ക പക്ഷെ ഹെവി വാട്ടർ തന്നു ഇതിനു വേണ്ടിയിട്ടുള്ള. 1960 ജൂലൈയിൽ സൈറസ് CIRUS എന്ന് പറഞ്ഞ ആണവ റിയാക്ടർ നമുക്ക് ഈ റെഡിയായി. നമ്മുടെ ആദ്യത്തെ റിയാക്ടർ സൈറസ്. ആദ്യത്തെ ആണവ പരീക്ഷണത്തിനുള്ള പ്ലൂട്ടോണിയം റെഡിയായി. നമ്മൾ തന്നെ റെഡിയാക്കി. റെഡിയായി. ആ സമയത്ത് 1962 ചൈനയുമായി നമുക്ക് യുദ്ധം വന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ധാരണ, നമ്മൾ എത്രയും വേഗം അണുബോംബ് ഉണ്ടാക്കണം, ശരിയാക്കി വെക്കുക. കാരണം അതിർത്തിയിൽ ഇത്തരം ഭീഷണികൾ നമുക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അമേരിക്കയ്ക്കാണെങ്കിൽ അവിടെ ആ സമയത്ത് ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയാറില്ലേ, റഷ്യ ക്യൂബയിൽ കൊണ്ടുപോയി അമേരിക്കയെ തകർക്കാനുള്ള മിസൈലുകൾ പാകി. അതാണ് ആ ക്യൂബൻ മിസൈൽ, കെന്നഡിയുടെയൊക്കെ കാലത്ത് അങ്ങനെ പാകി. 1964 ഒക്ടോബറിൽ ചൈന അണുസ്ഫോടനം നടത്തി. അവർ അണുബോംബ് പരീക്ഷിച്ചു. നമ്മുടെ അയലത്ത് തന്നെ അവർ ചെയ്ത് കഴിഞ്ഞു. 1964 ഒക്ടോബറിൽ. പക്ഷേ അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടാക്കിയനെ
ഇന്ത്യ 66 ഉറപ്പായിട്ടും, ചിലപ്പോൾ നേരത്തെയും നമുക്ക് അതെ അതെ സാധിക്കുമായിരുന്നു. ചൈന മറ്റേ അപ്പോൾ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഭാഭ അദ്ദേഹത്തിനെ പോയി കണ്ടു. നമ്മളിത് ചെയ്യേണ്ടതാണ്. ശാസ്ത്രി ആദ്യമൊന്നും ബില്ലിങ് അല്ലായിരുന്നു, പക്ഷെ ഭാഭ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്തു. 1965 ഫെബ്രുവരിയിൽ ഭാഭ അമേരിക്കയിൽ പോയി. ജോർജ് ബോൾ എന്ന് പറഞ്ഞ അന്നത്തെ അവിടുത്തെ NSA അയാളുമായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ അയാൾ ഇതിനൊന്നും വില്ലിങ് അല്ലായിരുന്നെങ്കിലും അയാളോട് ഭാഭ പറഞ്ഞു, ഞങ്ങൾ 18 മാസത്തിനകം അണുബോംബ് ഉണ്ടാക്കിയിരിക്കും എന്ന് ജോർജ് ബാളിനോട് പറഞ്ഞു. എന്നിട്ട് ഭാഭ ഇത് ആകാശവാണിയിൽ അനൗൺസ് ചെയ്തു. അങ്ങനെയാണ് അമേരിക്ക ഞെട്ടുന്നത്. ഇത് വലിയ ഭീഷണിയാണ്. ചൈന അങ്ങനെ നിൽക്കുന്നു. ഇവർക്കും കൂടി കിട്ടിക്കഴിഞ്ഞ് ഇത് ചിലപ്പോൾ നമ്മളെ ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ പക്ഷത്താണ്. അതെ. അപ്പോൾ സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്നിട്ട് അവർ ഒരു ശക്തിയാകാം നമുക്ക് തന്നെ. അതാണ് ലോസ് ആഞ്ചലസിൽ കൊണ്ടുവന്ന് അവർ ബോംബിട്ടാലോ. അതെ, ശീതസമരത്തിന്റെ ഭാഗം മാത്രമല്ല, അതുകൊണ്ട് ഇത് സോവിയറ്റ് യൂണിയന്റെ തലയിരിക്കാൻ വേണ്ടിയിട്ടാണ് താഷ്കണ്ടിൽ വെച്ച് കൊല്ലുന്നത്. KGB ആണ് തോന്നുന്നു. KGB കൊന്നതെന്ന് ആളുകൾ വിചാരിച്ചോളും. അപ്പോൾ KGBയിലെ ചില ആളുകളുടെ സഹായം ഡബിൾ ഏജൻസ് ഉണ്ടാവും. ഡബിൾ ഏജൻസ് എപ്പോഴും ഉണ്ടല്ലോ. CIA കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് ഈ താഷ്കെൻഡ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനല്ലേ, അത് തുർക്കിയോടൊക്കെ അടുത്ത് കിടക്കുന്ന വളരെ അറ്റത്ത്, മോസ്കോയിൽ നിന്ന് വളരെ അകലെയാണ്. താഷ്കെൻഡ് വെച്ചത് തന്നെ സംശയാസ്പദമാണ്. താഷ്കെൻഡിൽ പോയിട്ട് ഉടമ്പടി ഒപ്പിടാം എന്ന് വിചാരിച്ചു. മോസ്കോയിൽ ഒപ്പിട്ട എന്തായിരുന്നു കുഴപ്പം? അപ്പോൾ വിദൂരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ചെയ്യാം എന്നുള്ളതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉന്നതതല. അങ്ങനെയാണെങ്കിൽ ഉന്നതതലത്തിൽ അന്നത്തെ USSRന്റെ സോവിയറ്റ് യൂണിയന്റെ ഭരണ നേതൃത്വം അറിയാതെ വരത്തില്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഭരണ നേതൃത്വം, ശാസ്ത്രിയെ ഒതുക്കണം എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം, ശാസ്ത്രിക്ക് ശേഷം വന്ന് ഇന്ദിരാഗാന്ധിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? അതെ. അപ്പം എന്തു പറയാനാ, ആലോചിച്ചാൽ ഒന്നും കിട്ടൂല. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഉപഗ്രഹങ്ങളും മാത്രമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ. ബ്രഷ്നേവ് പറഞ്ഞിട്ടാണല്ലോ കരുണാകരൻ ഭൂരിപക്ഷം കരുണാകരന് ഉണ്ടായിരിക്കെ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയില്ലേ. ഇവിടെ ഈ ബന്ധം എല്ലാ കാലത്തും തുടർന്നു വന്നിരുന്നു. നെഹ്റു ചൈനയുമായിട്ട് തോറ്റിട്ട് ഹിമാലയത്തിലേക്ക് പോയി. ഇനി ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചിട്ട് പോയി. ബ്രഷ്നേവാണ് തിരിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന പറഞ്ഞു ഞങ്ങളുടെ കാര്യം നടക്കുള്ളൂ, നിങ്ങൾ ഞമ്മന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. നെഹ്റു അങ്ങനെയൊക്കെ പോവുക സാറേ? ഇത്രയും അധികാര ദുരമൂത്ത ഒരു മനുഷ്യൻ പോവുക, അതൊക്കെ കഥയായിരിക്കും. അത് നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഞാൻ പോകുന്നു പറയും, അയ്യോ അച്ഛാ പോകല്ലേ എന്നൊരു ശ്രീനിവാസന്റെ സിനിമ പറയുന്ന പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് 18 മാസത്തിനൊക്കെ ഉണ്ടാകുന്ന അദ്ദേഹം എയറിൽ അനൗൺസ് ചെയ്തു പറഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് റെഡി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതെ, നമ്മുടെ കയ്യിൽ ഇതുണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. 1965 ഒക്ടോബറിലാണ് ആകാശവാണിയിലെ പ്രഖ്യാപനം ബാബയുടെ വരുന്നത്. എന്നിട്ട് നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം 1974 മെയ് 18 പൊക്രാനിലാണ് ഇത് ചെയ്തത്. എത്ര വർഷം പോയി നമുക്ക്. ബാബ എങ്ങനെയാണ് മരിക്കുന്നത്? എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു? ഏത് വിമാനമായിരുന്നു? എയർ ഇന്ത്യ ഫ്ലൈറ്റ് 101. ആ വിമാനത്തിൻ്റെ പേര് കാഞ്ചൻജംഗ. ആ വിമാനം മോൺ ബ്ലാങ്ക് പർവ്വതത്തിൻ്റെ ആൽപ്സിലെ പർവ്വതം. മോൺ ബ്ലാങ്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ പേനകളിലൊന്നാണ്. അത് പലരും സമ്മാനമൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അത് എന്നിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും വളരെ വൃത്തികെട്ട കരാറുകളിലൊക്കെ ഒപ്പുവെക്കുന്നത്. പേന ഉണ്ടല്ലേ മോൺ ബ്ലാങ്ക്? അല്ല സാർ, എനിക്ക് ഈ വിമാനത്തിൻ്റെ ട്രേസസ്, അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബോംബ് അതിൽ ഉണ്ടായിരുന്നു. അത് ആര് വെച്ചതാണെന്നൊന്നും അറിയുന്നില്ലല്ലോ. അല്ല, ബോംബ് സ്ഫോടനത്തിലാണ് മരിച്ചതെന്ന് കൺഫേം ചെയ്തോ? അതൊക്കെ കൺഫേംഡ് ആണ്. ആണല്ലേ, ഒഫീഷ്യലി? അതിൽ യാത്രക്കാർ ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ യാത്രാ വിമാനത്തിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നത് സംശയമില്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ട്. എത്ര ആളുകൾ മരിച്ചു അല്ലേ? എത്ര ആളുകൾ മരിച്ചു? 100-300 ആളുകളുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അതിൻ്റെ അകത്ത്. 1966 ജനുവരി 24 13 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും
ശാസ്ത്രതലവനും മരിക്കുന്നത്. ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത് തന്നെ വലിയ ദുരൂഹം ആയിട്ടുള്ളൊരു സാധനമാണത്. ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും ഭരണപക്ഷ കക്ഷിക്കും കോൺഗ്രസിനും അറിവില്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ സാധ്യമേ അല്ല. കാരണം സോവിയറ്റ് യൂണിയൻ ആണ് സൈബീരിയയിൽ സുഭാഷ് ചന്ദ്രബോസിനെ തീർത്തു കൊടുത്തത് എന്നുള്ളതിന് ധാരാളം സാഹചര്യ തെളിവുകളൊക്കെ ഉള്ളതാണ്. നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം നേതാജിയെക്കുറിച്ച്. കാരണം അത് ഇപ്പോൾ പറഞ്ഞത് നിലവിൽ ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയ്ക്കെതിരാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്ത കഥയുമയിൽ സുഭാഷ് ബോസിനെ കുറിച്ച് പറയാം. അങ്ങനെ എത്രയോ പേരെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഈ ഭാബയുടെയും ശാസ്ത്രിയുടെയും കഥ ഇത്രയുമെങ്കിലും പറയുന്നത് വേറെ ധാരാളം ദുരൂഹ മരണങ്ങൾ പശ്ചാത്തലത്തിൽ കിടക്കുന്നു. ഉറപ്പായും നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സ്വന്തം അധികാര കസേര ഉറപ്പിക്കാനുള്ള അവസരം കിട്ടിയാൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ എങ്ങനെയും അട്ടിമറിക്കാൻ തയ്യാറാണ്, കൂട്ടുനിൽക്കും എന്ന് അന്നേ തീരുമാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഒരു സംശയമില്ല. അതിപ്പോഴും തുടരുന്നു. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അതെല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏറ്റവും വലിയ രാജ്യവിരുദ്ധരാണ് കോൺഗ്രസിന്റെ മൂടുപടം അണിഞ്ഞ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു ടാങ്ക്, സൊറാവർ എന്നാണ് പേര്, കനം കുറഞ്ഞ ടാങ്കാണ്. സാധാരണ ടാങ്കുകൾക്ക് 50 ടൺ വരും, ഇത് 25 ടൺ മാത്രമാണ്. ഇത് നമ്മൾ ലഡാക്കിലേക്കാണ് നമ്മൾ സ്വയം നിർമ്മിച്ച ടാങ്ക്. 2 കൊല്ലത്തെ സമയം ആണ് നമ്മളിത് ആകെ എടുത്തത്. 2022 മോദി അനുമതി കൊടുത്ത ടാങ്കാണ്. ഈ ടാങ്ക് നമ്മൾ ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടാങ്കാണ്. ലൈറ്റ് ടാങ്ക് സൊറാവർ. അതിൽ ധാരാളം കാര്യങ്ങൾ, ഡ്രോൺ, വിമാനവേദ മിസൈലുകൾ, സാധാരണ ടാങ്കിൻ്റെ ഭാഗമല്ലാത്ത ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ഭാഗമാണ്. AI ഇതിൻ്റെ ഭാഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ടാങ്കിൻ്റെ ഭാഗമാണ്. ഈ ടാങ്ക് നമ്മൾ ഉണ്ടാക്കിയതും ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമായിരിക്കില്ല. തീർച്ചയായിട്ടും. കാരണം ചൈന അദ്ദേഹത്തിൻ്റെ ഫണ്ടറും കൂടിയാണ്, പണം കൊടുക്കുന്നവരും കൂടിയാണ്. ഏതായാലും കഥയമയിൽ പുതിയൊരു കഥയുമായി നമ്മൾ നാളെ വീണ്ടും വരും. ഞെട്ടിപ്പിക്കുന്ന, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കഥയമയിലൂടെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.